ഹായ് ഗൈസ്, കുറച്ച് നാളുകൊണ്ട് ഒരു ടോപ്പിക്കിനെ പറ്റി ഒരു വീഡിയോ ഇടണമെന്ന് ഞാൻ ആലോചിക്കുകയാണ്. നമ്മളൊക്കെ ഡിഗ്രി കഴിഞ്ഞ് വീട്ടിൽ വന്ന് നിൽക്കുന്ന സമയം, അത് MA ആയാലും BA ആയാലും, ഉടനെ അടുത്ത സെക്കൻഡിൽ നമ്മളടുത്ത് എല്ലാവരും വന്ന് ചോദിക്കുന്ന ചോദ്യം, നിങ്ങൾക്ക് ജോലി ആയില്ലേ? ഇൻ കേസ് നമുക്ക് ജോലി ആയി എന്ന് വിചാരിച്ചു, അടുത്ത സെക്കൻഡിൽ അടുത്ത ചോദ്യം വരും, നിങ്ങൾക്ക് കല്യാണം ആയില്ലേ? ആൺകുട്ടി ആയാലും പെൺകുട്ടി ആയാലും ഈ ചോദ്യം കേൾക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മളെ വീട്ടുകാരെ കാട്ടിയും കൺസേൺ നമ്മളെ ബന്ധുക്കൾക്ക് നാട്ടുകാർക്കുമാണ്. ഒരു കുട്ടി ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ നിൽക്കുന്ന ഒരു സമയം നമുക്കൊരു സമാധാനത്തിന് വേണ്ടിയായിരിക്കും നമ്മൾ ഹോസ്റ്റലിൽ നിന്നൊക്കെ മാറി വീട്ടിൽ വന്നിരിക്കുന്നത്. അടുത്ത സെക്കൻഡ് ചോദിക്കുകയാണ്, നിങ്ങൾക്കൊന്നും ജോലിയായില്ലേ, പഠിച്ചു കഴിഞ്ഞില്ലേ? അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുകയാണ്. നിങ്ങളുടെ ആരുടെയെങ്കിലും അമ്മാവനാണോ അവിടെ ഇരിക്കുന്നത്, ചെന്നുകൊണ്ട് ജോലി എടുത്തു തരാൻ വേണ്ടി? ചിലപ്പോൾ നമ്മൾ കുറേ കോമ്പറ്റേറ്റീവ് എക്സാംസ് എഴുതേണ്ടി വരും, നമ്മളത് ക്രാക്ക് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ നമ്മളത് ഫെയിലാവും, വീണ്ടും റീഅറ്റൻഡ് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ 1-2 ഇൻ്റർവ്യൂവിൽ പോയാൽ ജോലി കിട്ടിയെന്ന് വരില്ല, നമ്മൾ വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ജോലിയായില്ലേ എന്ന് ഉടനെ വന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് എങ്ങനെയാണ് അതിന് ആൻസർ ചെയ്യാൻ നോക്കുന്നത്? ഇൻ കേസ് നമുക്ക് ജോലിയായി എന്നിരിക്കട്ടെ, അടുത്ത സെക്കൻഡ് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യമാണ്, നിങ്ങൾക്ക് കല്യാണം ആയില്ലേ? നിങ്ങളെ വീട്ടുകാർക്കില്ലാത്ത കൺസേൺ എന്തിനാണ് നിങ്ങൾക്ക് ഞങ്ങളെ കെട്ടിക്കാൻ വേണ്ടി? നിങ്ങൾ വല്ല ബ്രോക്കർമാരാണോ? ഒരു ഏജ് ഗ്രൂപ്പ് കഴിഞ്ഞാൽ പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും വീട്ടിൽ നിൽക്കുന്നതാണ് ഉടനെ വന്ന് ചോദിക്കുന്ന ചോദ്യമാണ്, നിങ്ങൾക്കൊന്നും കല്യാണം ആയില്ലേ? ജോലിയായ പാടേ അറിയാം, അതിനൊന്ന് സമാധാനത്തിൽ പോയി ഒന്ന് സെറ്റിൽഡായി ഒന്ന് ജീവിച്ച് തുടങ്ങുമ്പോഴത്തേക്കും അടുത്ത ചോദ്യവുമായിട്ട് വരുന്നത് എന്തൊരു കഷ്ടമാണ്. ഇത്രയ്ക്കും നിങ്ങൾക്ക് ഉത്സാഹമാണെങ്കിൽ നിങ്ങളെ വീട്ടിലുള്ളവരെ പിടിച്ച് കെട്ടിച്ചു കൊടുക്കും, അല്ലാതെ എനിക്ക് വേറെ ഒന്നും പറയാനില്ല. ചിലപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും നമ്മളെ ബന്ധുക്കളൊക്കെ ഒന്ന് വീട്ടിൽ വരുന്നത്, എല്ലാവരുമായിട്ടൊന്ന് ഗെറ്റ് ടുഗദർ ഒക്കെ നടത്തി ഒന്ന് കൂടുന്നത്, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുമ്പോൾ വല്ലപ്പോഴും ആരെങ്കിലും കാണുന്നത്. അപ്പോൾ ഉടനെ ഇങ്ങനത്തെ ചോദ്യങ്ങളുമായിട്ട് കുറേ അമ്മമാരും അമ്മച്ചിമാരും എത്തും. നിങ്ങൾക്കത് വേറെ പണിയില്ലേ? കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചപ്പോൾ അവൾ പറയാം, എനിക്ക് വീട്ടിൽ നിൽക്കേണ്ട ഇവിടെ നിന്ന് പോയാൽ മതി. കാരണം നമ്മൾ ഹോസ്റ്റലിൽ നിന്ന് വീടെത്തി അടുത്ത ഡേ അവളുടെ ആൾക്കാർ ചോദിക്കാൻ തുടങ്ങിയത് എനിക്ക് ജോലി ആയില്ലേന്ന്. അവൾക്ക് ജോലിയായി, ഇപ്പോൾ അവൾ ജോലിക്ക് പോയി തുടങ്ങിയപ്പോൾ അടുത്ത സെക്കൻഡ് അവർ ചോദിക്കാൻ തുടങ്ങി എനിക്ക് കല്യാണം ആയില്ലേന്ന്. സമാധാനമായിട്ട് ജീവിക്കുക എന്നുള്ളതാണ് ഏതൊരു മനുഷ്യൻ്റെ ആവശ്യം. സമാധാനം കെടുത്താൻ വേണ്ടി ആരും കയറി വരും. ഇനി ഇതുപോലെ ആരെങ്കിലും വീട്ടിൽ വന്നിട്ട് അയ്യോ മോക്ക് കല്യാണമായില്ലേ, അയ്യോ ചെറുക്കന് കല്യാണമായില്ലേ, ഇപ്പം എന്താ ജോലി ചെയ്യുന്നേ, എത്രയുണ്ട് ശമ്പളം, ഇങ്ങനെയൊന്നും ചോദിക്കാൻ നിങ്ങളാരും നിൽക്കരുത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ ചെയ്യണോ വേണ്ടി ഞാൻ പലതവണ ആലോചിച്ചു. അതാർക്കും പേഴ്സണലി കുത്താൻ വേണ്ടി ഇട്ടതല്ല, പക്ഷെ ആർക്കെങ്കിലും കുത്തിയിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ കുഴപ്പമല്ല, നിങ്ങളുടെ ചോദ്യത്തിൻ്റെ കുഴപ്പമാണ്. അതുകൊണ്ട് ഇനി മേലാൽ ഇമ്മാതിരി ചോദ്യവുമായിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ എത്തുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ കാര്യം മാത്രം നോക്കിയാൽ മതി, മറ്റുള്ളവരെ പറ്റി കൺസേൺ ചെയ്യേണ്ട ആവശ്യമില്ല. ഇത്രയും മാത്രം നിങ്ങൾക്ക് കൺസേൺ ഉണ്ടെങ്കിൽ ഈ ജനറേഷനിലുള്ള പിള്ളേർ ചിലപ്പോൾ ഇങ്ങനെയായിരിക്കില്ല പ്രതികരിക്കുന്നത്. നിങ്ങളുടെ പ്രതികരണം ചിലപ്പോൾ നിങ്ങൾക്ക് താങ്ങാനേ സാധിക്കില്ല. സോ ബി വെയർ.